ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ പൊതിച്ചോറെന്നൊക്കെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൈയൊക്കെ വയ്യാതിരിക്കുന്നതുകൊണ്ട് വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അനിയത്തി പറഞ്ഞത്, ചേച്ചി നമുക്കൊരു പൊതിച്ചോറ് കിട്ടിയാലോ എന്ന്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ പൊതിച്ചോറ് അത്യാവശ്യം ഉണ്ടായിരുന്ന കറികളൊക്കെ വെച്ചിട്ട് ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ മുട്ട പൊരിച്ചതില്ലാതൊരു പൊതിച്ചോറില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് പൊതിച്ചോറ് പൊതിഞ്ഞത്. ഞാനും എൻ്റെ ചേച്ചിയും അനിയത്തിയും 3 പേർ കൂടിയിട്ട്. പക്ഷെ എൻ്റെ പൊതിച്ചോറ് അങ്ങ് തുറന്ന് ആ മുട്ട കണ്ടപ്പം നമ്മുടെ മുമ്പിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മുട്ട എങ്ങോട്ടൊക്കെയോ പോയി. പിന്നെ മുട്ടയ്ക്ക് അവിടെ അടിയും പിടിയായിരുന്നു. നിങ്ങൾക്ക് ഈ കണ്ട മുട്ട പിന്നെ കാണുന്നില്ലല്ലോ. പിന്നെ ഒരു കഷ്ണമൊക്കെ കിട്ടി. എല്ലാവരും കൂടി ഒരുമിച്ച് കൈയൊക്കെ ഇട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടാറുള്ളൂ. അപ്പം നമ്മളൊരു പഴയ ഓർമ്മകളൊക്കെ പുതുക്കി കഴിച്ചു.